ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിൽ നടപ്പാക്കിയ വേതന സംരക്ഷണ പദ്ധതി വൻ വിജയം. പദ്ധതി ആരംഭിച്ച ശേഷം ഇതുവരെ 70,800-ലധികം സ്ഥാപനങ്ങൾ പങ്കുചേർന്നതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമാകാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തൊഴിൽ കരാറുകളിൽ പറഞ്ഞിട്ടുള്ള തീയതികളിലോ അല്ലെങ്കിൽ കരാറിൽ തീയതി നിഷ്കർഷിച്ചിട്ടില്ലെങ്കിൽ തൊഴിൽ നിയമം അനുശാസിക്കുന്ന തീയതികളിലോ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് ബഹ്റൈനിൽ വേതന സംരക്ഷണ പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി സെൻട്രൽ ബാങ്കിന്റെ അനുമതിയുള്ള ഈ സംവിധാനത്തിലൂടെ മാത്രമേ കമ്പനികൾക്ക് ജീവനക്കാർക്ക് ശമ്പളം കൈമാറാൻ കഴിയുകയുള്ളൂ. ഇതുവരെ 70,800-ലധികം സ്ഥാപനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി. പദ്ധതിക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണത്തിന് തെളിവാണിതെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ കണ്ടെത്താനും നടപടിയെടുക്കാനും വിപുലമായ സംവിധാനങ്ങളാണ് മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. പുതിയ വിസ പെർമിറ്റുകൾ നൽകുന്നതിന് മുൻപ് ഓരോ സ്ഥാപനങ്ങളുടെ വേതനരേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. WPS മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പുതിയ വിസ പെർമിറ്റുകൾ അനുവദിക്കില്ല. നിയമലംഘനം കണ്ടെത്തിയാൽ ആദ്യപടിയായി മുന്നറിയിപ്പ് നൽകുകയും 1 മാസം വരെ തിരുത്താൻ സമയം അനുവദിക്കുകയും ചെയ്യും. നിശ്ചിത സമയപരിധിക്ക് ശേഷം നിയമലംഘനം തുടർന്നാൽ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി, ബഹ്റൈൻ സെൻട്രൽ ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ സഹകരിച്ചാണ് വേതന സംരക്ഷണ നിയമത്തിന്റെ പുതിയ പതിപ്പ് നടപ്പിലാക്കുന്നത്. ജനം, ദുബായ്.